എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 9 ശ്ലോകം 5, 6, 7, 8, 9, 10, 11, 12 8 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. 24 ഗുരുക്കന്മാരെ പറ്റി വിസ്തരിച്ചു പറയണു ദത്താത്രേയ മഹർഷി. കുമാരിയിൽ നിന്ന് പഠിച്ചു, ഒരു കന്യകയിൽ നിന്ന് പഠിച്ച കാര്യം പറയാണ് ഈ ശ്ലോകത്തില്. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 5. കുജിൽ കുമാരി ത്വാത്മാനം വൃണാനാൻ ഗൃഹമാഗതാൻ സ്വയം താൻ അർഹയാമാസ ക്വാപിയാതേഷു ബന്ധുഷു. കുമാരിയിൽ നിന്ന് പഠിച്ചത് പറയാൻ ആ കഥ ആരംഭിക്കുകയാണ്. ഒരു വീട്ടില് ഒരു കന്യക ഉണ്ടായിരുന്നു. അവളുടെ കല്യാണക്കാര്യത്തെ പറ്റി ആലോചിക്കാൻ ചിലര് അവളുടെ വീട്ടിലേക്ക് വന്നു. അപ്പൊ ആ വന്ന സമയത്ത് അച്ഛനും അമ്മയും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ വന്നവരെ സൽക്കരിക്കണ്ടേ, അത് കുമാരി തന്നെ ചെയ്യേണ്ടി വന്നു. തേഷാമപ്യവഹാരാർത്ഥം ശാലീൻ രഹസി പാർത്ഥിവ അവഘ്നന്ത്യാ പ്രകോഷ്ഠസ്ഥാ ചക്രു ശംഖാസ്വനം മഹത്. മഹർഷി പറയണു, ഹേ രാജാവേ, അവിടെ ഉണ്ടായിരുന്ന അരി മുഴുവനും തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ഭക്ഷണത്തിന് അരി വെച്ചു കൊടുക്കണ്ടേ, ചോറ് വെച്ചു കൊടുക്കണ്ടേ. അപ്പൊ നെല്ല് കുത്തിയിട്ട് അരി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ആരും അറിയാത്തൊരു സ്ഥലത്ത് പോയിട്ട് ആ കന്യക നെല്ല് കുത്താൻ ആരംഭിച്ചു. അപ്പോ ആ കന്യകയുടെ കയ്യിലുള്ള ശംഖുവളകള് തമ്മിലിങ്ങനെ കൂട്ടിമുട്ടിയിട്ട് ശബ്ദം ഉണ്ടാവാൻ തുടങ്ങി. ആ നാട്ടിൽ അങ്ങനെയാണ്, കന്യകമാര് കയ്യില് ശംഖുവളകൾ ധരിക്കണം എന്നുള്ളത് അതൊരു നിയമമാണ് അവിടുത്തെ. അപ്പൊ വളകൾ ഇങ്ങനെ കൂട്ടിമുട്ടി ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. സാതജുഗുപ്സിതം മത്വാ മഹതീ വ്രീഡിതാ തഥാ ബഭഞ്ജൈകേകശംഖാൻ ദ്വൗ ദ്വൗ പാണ്യോരശേഷയത്. സൽക്കുലത്തിൽ ജനിച്ച ബുദ്ധിമതിയായ കന്യക ഈ ശബ്ദം പുറപ്പെടാൻ തുടങ്ങിയത് കൊണ്ട് ലജ്ജിച്ചു. ഈശ്വര, അവര് അറിയില്ലേ ഞാനിങ്ങനെ നെല്ല് കുത്തുകയാണെന്ന്. അത് അറിയുമ്പോ അവർക്ക് തന്നെ പറ്റിയിട്ടും നമ്മുടെ സ്ഥിതിയെ പറ്റിയിട്ടും ഒക്കെ മോശമായിട്ടുള്ള അഭിപ്രായം ഉണ്ടാവില്ലേ എന്ന് വിചാരിച്ചിട്ട് ആ വളകള് കുറെയൊക്കെ എല്ലാം 2 വള മാത്രം, ഈ 2 വള മാത്രം ഓരോ കയ്യില് വെച്ചു, ബാക്കിയെല്ലാം ഊരി വെച്ചു. ഉഭയോരപ്യഭൂൽഘോഷോ ഹ്യവഘ്നന്ത്യാസ്മ ശംഖയോ തത്രാപി ഏകം നിരഭിതം ഏകസ്മാന്നാഭവൽധ്വനി. നെല്ല് കുത്തുമ്പോ 2 വളയിട്ടുണ്ടല്ലോ, അപ്പൊ ആ 2 വളകളും തമ്മിൽ കൂട്ടിമുട്ടിക്കൊണ്ട് പിന്നെയും ശബ്ദം ഉണ്ടായി. അപ്പൊ ഓരോന്ന് 2 കയ്യിൽ നിന്ന് ഓരോന്ന് ഊരി വെച്ചു, ഓരോ വള മാത്രമായി. അപ്പൊ പിന്നെ ശബ്ദം ഉണ്ടാവില്ലല്ലോ. അന്വശിക്ഷമിമം തസ്യ ഉപദേശമരിന്ദമ ലോകാൻ അനുചരന്നേതാൻ ലോകതത്വവിവത്സയാ. രാഗാദി ശത്രുക്കളെ ജയിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ഹേ ധീരപുരുഷ, ലോകതത്വം അറിയാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ ലോകങ്ങളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ അവളിൽ നിന്ന് ഇതാണ് പഠിച്ചതെന്ന് പറഞ്ഞിട്ട് അടുത്ത ശ്ലോകം പറയാണ്. വാസേ ബഹൂനാം കലഹോ ഭവേത് വാർത്താദ്വയോരപി ഏക ഏവ ചരേ തസ്മാൽ കുമാര്യാ ഇവ കങ്കണ. അധികം ആളുകൾ ഒരുമിച്ച് താമസിച്ച കലഹം ഉണ്ടാവും. 2 പേര് ഒരുമിച്ചിരുന്നാൽ സംഭാഷണാദികൾക്ക് നിമിത്തം മനസ്സിന് ശാന്തി ഉണ്ടാവാൻ സംഗതിയില്ല. 2 പേര് സംസാരിച്ച് കുറെ നേരം സംസാരിക്കുമ്പോ അത് ഒരു മനസ്സിന് ശാന്തി ഇല്ലാത്ത, 2 പരസ്പരം പലതും പറയും, അതൊരു സുഖമില്ലാത്ത സംഗതിയാവും. അതിനാൽ കുമാരിയുടെ കയ്യിൽ കിടന്ന ഒറ്റ വള എന്ന പോലെ ഏകനായി തന്നെ ഇരിക്കണം. അപ്പോ വേറെ ആരോട് സംസാരമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് മനസ്സിന് സമാധാനവും അത് നിമിത്തം ശാന്തിയും ഉണ്ടാവും. എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞു അത് ദുഃഖത്തിനായിട്ട് വഴിവെക്കും. അപ്പൊ അതുകൊണ്ട്
ഒറ്റയ്ക്ക് ഇരിക്കുക ഭേദം, ആരോട് സംസാരിക്കണ്ട, അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. മനസ്സിന് ശാന്തി. മനയേകത്ര സംയുജ്യാൽ ജിതശ്വാസോ ജിതാസന വൈരാഗ്യാഭ്യാസയോഗേന ധ്രിയമാണമതന്ത്രിത. മനസ്സിനെ ഒന്നിൽ തന്നെ നിർത്തിയാൽ മറ്റൊന്നും അറിയില്ല എന്ന് ശരം ഉണ്ടാക്കുന്നവരിൽ നിന്ന് പഠിച്ചുവെന്ന് 3 ശ്ലോകങ്ങൾ കൊണ്ട് പറയുന്നു. മനസ്സിനെ ഒരേ വസ്തുവിൽ സ്ഥിരപ്പെടുത്തണം. ശ്വാസത്തെയും ആസനത്തെയും ജയിക്കുന്നത് മനോജയം സിദ്ധിക്കാനുള്ള ഉപായമാണ്. പ്രാണബന്ധനം ഹി സൗമ്യ മനഃ, പ്രാണനെ നിരോധിച്ചാൽ മനോനിരോധവുമായി എന്ന് ശ്രുതി ഉപദേശിക്കുന്നു. എന്നാൽ അല്പസമയം ഇളക്കമില്ലാതിരുന്നാലും വിഷയവാസന നിമിത്തം പിന്നെയും മനസ്സ് ചലിക്കും. ഈ സ്വഭാവത്തെ ജയിക്കാൻ ആലസ്യാദി ദോഷങ്ങളെ തീരെ കളഞ്ഞ് വിഷയങ്ങളിൽ ദോഷമുണ്ടെന്ന് മനസ്സിനെ ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിൽ എപ്പോഴും ശ്രദ്ധയോടെ ഇരിക്കണം. ഇങ്ങനെ കുറെ അഭ്യസിക്കുമ്പോൾ മനസ്സ് ഒന്നിൽ തന്നെ സ്ഥിരമായി നിൽക്കും. യസ്മിൻ മനോലബ്ധപദം യദേതൽ ശനൈർമുഞ്ചതി കർമ്മരേണൂൻ സത്വേന വൃത്തേന രജസ്തമശ്ച വിധൂയ നിർവാണമുപേത്യനിന്ദനം. എന്നാൽ മനസ്സിനെ ഒന്നിൽ നിർത്തണം എന്ന് പറഞ്ഞല്ലോ, ആ വസ്തു ഏതാണെന്ന് ഈ ശ്ലോകം കൊണ്ട് പറയാണ്. മനസ്സിന് ലയം, വിക്ഷേപം എന്ന 2 ദോഷങ്ങളുണ്ട്. ഇത് രണ്ടും നശിക്കണം. ചലനവും അശുദ്ധിയും ഈ ദോഷങ്ങളെ വർദ്ധിപ്പിക്കും. കർമ്മവാസനകളാകുന്ന പൊടികളാണ് മനസ്സിന്റെ ചലനത്തിനും അശുദ്ധിക്കും കാരണം. അതിനാൽ മനസ്സ് ഏതൊന്നിൽ സ്ഥിരപ്പെട്ടാൽ കർമ്മവാസനകൾ മനസ്സിനെ ബാധിക്കുകയില്ലയോ അവിടെയാണ് മനസ്സിനെ നിർത്തേണ്ടത്. ആ സ്ഥാനമാണ് ഭഗവത് പദം. അവിടെ മനസ്സിനെ നിർത്താൻ അഭ്യസിക്കണം. സ്വർഗാദി സുഖങ്ങളിൽ താല്പര്യമുണ്ടാകുമ്പോൾ യാഗാദി കർമ്മങ്ങൾ ചെയ്യണം എന്നുള്ള വാസന ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് തന്നെയാണ് വിക്ഷേപം. ഈ വാസന ഉത്ഭവിക്കുന്നത് രജോ ഗുണത്തിൽ നിന്നാണ്. ആനന്ദരൂപമായ ഭഗവാനിൽ മനസ്സുറയ്ക്കും തോറും സത്വഗുണം വർദ്ധിക്കും. അപ്പോ വിക്ഷേപത്തിന് കാരണമായ രജസ്സും ലയത്തിന് കാരണമായ തമസ്സും നശിച്ചു പോകും. ഈ 2 ഗുണങ്ങളെ മുഴുവൻ നശിപ്പിക്കുന്നത് വരെ സത്വഗുണം വർദ്ധിച്ചു വരും. വിറക് കത്തി ഭസ്മമായി പോകുന്നത് വരെ അതിൽ പ്രവേശിച്ച അഗ്നിയും ജ്വലിക്കും, പിന്നെ താനെ ശമിക്കും. ഇതുപോലെ രജസ്സും തമസ്സും മുഴുവൻ നശിച്ചാൽ പിന്നെ സത്വഗുണത്തിന്റെ പ്രവൃത്തി തീർന്നു. ഇപ്പോ മനസ്സ് നിർമ്മലമായി, ദോഷങ്ങളൊക്കെ നീങ്ങി സ്വയം പ്രകാശമായി. മനസ്സിന്റെ ഈ സ്ഥിതിക്കാണ് സമാധി എന്ന പേര്. ഇത് സിദ്ധിച്ചാൽ നിർവാണമായി. ഇത് തന്നെ ബ്രഹ്മാകാരമായ സ്ഥിതി. മനസ്സോ വൃത്തിശൂന്യസ്യ ബ്രഹ്മാകാരതയാ സ്ഥിതി യാ സംപ്രജ്ഞാതനാമാസോ സമാധി അഭിധീയത്തെ. യാതൊരു വ്യാപാരവുമില്ലാതെ നിർമ്മലമായിരിക്കുന്ന മനസ്സിന്റെ ബ്രഹ്മാകാരമായിരിക്കുന്ന സ്ഥിതി തന്നെ അസംപ്രജ്ഞാതം എന്നു പേരായ സമാധി എന്ന് യോഗശാസ്ത്രത്തിൽ വിവരിച്ചിരിക്കുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.